ഇന്നലെ പറഞ്ഞ പ്രകാരം നമ്മുടെ ബാച്ചിലെ ഏറ്റവും ഷൈനിങ് ലൈറ്റ് ശിവറാമിനെ പറ്റി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആയിരുന്നു നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരണം. 65 മുതൽ ഇവിടെ വർക്ക് ചെയ്യണം. ആക്ച്വലി ഞാൻ സിട്രിക് ആസിഡ് സൈക്കിളിനെ പറ്റി സംസാരിക്കണം എന്ന് വിചാരിച്ചു, ബട്ട് ഓൾറെഡി ഹരി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സിട്രിക് ആസിഡ് സൈക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് റാവു സാർ പഠിപ്പിച്ചത് ആ സൈക്കിളിന്റെ സ്റ്റെപ്പിൽ ഓരോ ദിക്കിൽ എത്ര ATP വരുന്നുണ്ട്, എത്ര NADH NADP എല്ലാം പറഞ്ഞ് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. ഗൂഗിളിൽ സകല അതിൻ്റെ ന്യൂമോണിക്സും കിട്ടും, എങ്ങനെ ഓർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. അപ്പൊ അത് വേണ്ട, അതൊന്നും പറയുന്നില്ല. അതൊന്നും ഞാൻ പർപ്പസ്ലി പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സൈക്കിൾ ജീവിതത്തിന്റെ സൈക്കിളാണ്. നമ്മളെല്ലാവരും ഏകദേശം 78-80 ആ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞു. എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് നമ്മുടെ അമ്മയുടെ യൂട്രസിനകത്ത് ഇരുന്ന് 10 മാസം പാവം അമ്മ നമ്മളെ കൊണ്ട് നടന്നു. വേദനയോടുകൂടി നമ്മൾ ഭൂമിയിൽ ഹോസ്റ്റലിൽ നിന്ന് ലൈബ്രറി പോകും. അതാണ് എഫ്രേം. എന്താ എഫ്രേം എവിടെ പോകുന്നു? എല്ലാ ഗണപതി എനിക്ക് പഠിച്ചു മടുത്തു, ഞാൻ ലൈബ്രറി പോവാം. അതാണ് എഫ്രേം. അപ്പൊ അങ്ങനത്തെ കുറെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. ലത്തീഫിനെ പറ്റി ഞാൻ പറയുന്നില്ല, പർപ്പസിൽ ഞാൻ പറയുന്നില്ല. ലത്തീഫിന്റെ ജോലി ആൾക്കാരെ കോച്ച് ചെയ്യായിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അതൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ, അപ്പൊ ഫുട്ബോൾ ഗോൾ കീപ്പർ, ടെന്നീസ് പ്ലെയർ, അങ്ങനെ ബഹുമുഖ പ്രതിഭ. 5 നേരം കൃത്യമായി നിഷ്കരിക്കും. എനിവേ, അതുകൊണ്ട് എല്ലാ നിഷ്കാരത്തിന്റെ സ്റ്റെപ്പ് എനിക്കറിയാം. അതാ വരുന്നു ജോസഫ്. ഇല്ലല്ലോ, ഇരിക്കണം പ്ലീസ്. വെൽക്കം. വേണുവിനെ പറ്റി പറയുകയാണെങ്കിൽ, വേണു നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൊണ്ട് കളിക്കുന്ന ആളാണ്. അമൃതയിൽ 20 കൊല്ലം വർക്ക് ചെയ്യുന്ന സമയത്ത് വേണു ഡോക്ടർ ലത്തീഫ്, നമ്മുടെ ജൂനിയർ ബാച്ചിലെ ലത്തീഫിന്റെ കഥ ഞാനിപ്പം പറയുന്നില്ല. ബട്ട് അത് ആ ഡ്രാമ ഏജിൽ നമ്മളെ എത്തിച്ചതിന് ഈ സർക്കിൾ ഓഫ് ലൈഫ്, ബിക്കോസ് ഈ സിട്രിക് ആസിഡ് സൈക്കിളാണല്ലോ നമുക്ക് എല്ലാവർക്കും എനർജി തരുന്നത്, ATP തരുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും ദൈവാധീനം കൊണ്ട് എൻ്റെ സിട്രിക് ആസിഡ് സൈക്കിൾ തിരിയുന്നതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോഴേ ജീവിതത്തിൽ എല്ലാ നന്മകളും ഭാവുകങ്ങളും കുടുംബത്തിനും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിർത്തുന്നു. അവസാനമായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സീനിയർ ബാച്ചിൽ 8th ബാച്ചിൽ 150 ആയിരുന്നു. അതിനു മുമ്പ് 7th ബാച്ച് 6th ബാച്ചിൽ 100 സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ 100 became 150. നമ്മളെത്തിയപ്പോൾ ഇറ്റ് became 180. ഇന്ന് 250 ആണ് നമ്മളെ കോളേജിലെ സ്ട്രെങ്ത്, 250. നീറ്റ് പരീക്ഷ വഴി സെലക്ഷൻ നടക്കുന്നു. സെലക്ഷൻ നടന്ന് ഇപ്പം റീസെന്റ് ഈ ഫംഗ്ഷൻ നടത്താൻ വേണ്ടി പെർമിഷന് വേണ്ടി ഞാനും ഹരിയും കൂടി പ്രിൻസിപ്പൽ സജിത് കുമാർ, അദ്ദേഹം ജനിച്ചത് 1967 പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ഡേയ്സിൽ അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം അലുമിനി അസോസിയേഷന് വേണ്ടി സജിത് സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റായി 2 കൊല്ലം നമ്മൾ അലുമിനി അസോസിയേഷൻ കൊണ്ട് നടന്നിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പം പറഞ്ഞ ഉടനെ തന്നെ ഹരിയും ഞാൻ പോയി ഈ 250 കുട്ടികളിൽ നല്ലൊരു ശതമാനം നീറ്റിന്റെ എല്ലാ ബ്രില്യന്റോ DC തോമസ് കോച്ചിങ്ങോ പലതരം കോച്ചിങ്, ആകാശ്, സോ മെനി കോച്ചിങ് വേൾഡ് ഓവർ ഇപ്പൊ സെന്റേഴ്സ് ആണ്. ഗൂഗിളിനുണ്ട് അതിന് പുറമെ. അപ്പം കോച്ചിങ്ങിന് വേണ്ടി തന്നെ ലക്ഷങ്ങളും ചെലവാക്കി പ്രൈവറ്റ് കോളേജിൽ കോടികൾ കൊടുത്തിട്ടാണ് കുട്ടികൾ MBBS ചേരുന്നത്. ഗവൺമെന്റ് കോളേജിൽ മെറിറ്റിന്റെ ബേസിലാണ് ചേരുന്നത്. ഈ മെറിറ്റിന്റെ ബേസിൽ ചേരുന്ന കുട്ടികൾ എല്ലാവരും റിച്ച് ഫാമിലി എന്നല്ല. ഓരോ ബാച്ചിലും ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു 10 കുട്ടികളെങ്കിലും സാമ്പത്തികമായിട്ട് വളരെയധികം വിഷമിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം സജിത്ത് ഞങ്ങളോട് 2 പേരോടും പറഞ്ഞു, സർ നിങ്ങൾ 60th ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫണ്ട് തുടങ്ങണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നും ഹരി എന്നോട് പറഞ്ഞു. അത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പം അതിന് പേരൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം
ഉദ്ദേശം ഇത്രയാണ്, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക MBBS. അപ്പൊ അതൊരു എങ്ങനെ ചെയ്യണം എന്നുള്ള അതിന്റെ മോഡസ് ഓപ്പറാൻഡിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അലുമിനി അസോസിയേഷൻ ഇവിടെ 82 തുടങ്ങിയ അലുമിനി അസോസിയേഷൻ ഇപ്പോഴും വളരെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അലുമിനി അസോസിയേഷൻ വഴിയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വഴിയോ ഈ ഫണ്ട്, വാട്ട് എവർ ഫണ്ട് വി ക്യാൻ റേസ്, അതിന് ഇൻട്രസ്റ്റ് ആണ്, അല്ലാതെ ക്യാപിറ്റൽ എടുത്ത് ചെലവാക്കാനല്ല. അതിന് ഇൻട്രസ്റ്റ് പറ്റുന്ന, മേ ബി ഒരു കുട്ടിയാവാം, ചിലപ്പോൾ 5 കുട്ടികളാവാം. അത് കൊല്ലം അനുസരിച്ച് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ചെയ്യാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം. അവരവരെ കഴിവിനനുസരിച്ച്, ഇന്ന എമൗണ്ട് എന്നുള്ള